വാട്സ്ആപ്പ് പീപ്പിൾ, ഞാനാണ് നോട്ട് ബാറ്റ്. ഞാനൊരു യൂട്യൂബറാണ്. ഇന്ന് നമ്മൾ വൺ പീസ് ചാപ്റ്റർ 1175 റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം വഴിയാതെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേരാണ് നിഡ്ഹോഗ്. നിഡ്ഹോഗ് എന്ന് വെച്ചാൽ അറിയാലോ, ലൂക്കിന്റെ ഡ്രാഗൺ ഫോമിന്റെ പേരാണ്. ഇത് നോർസ് മിത്തോളജിയിലുള്ള ഒരു ക്രീച്ചറാണ്. ചാപ്റ്ററിന്റെ കവർ പേജ് എന്ന് പറയുന്നത് കുവാലയും സാബോയും കുറച്ച് കുവാളയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കുറച്ച് എന്തോ കളിക്കുന്നൊക്കെയാണ് ചാപ്റ്ററിന്റെ കവർ പേജ്. അത് നമുക്ക് ഒരു റിക്വസ്റ്റ്, കവർ പേജ് റിക്വസ്റ്റ് ആണ്. ഇനി ചാപ്റ്റർ പ്രോപ്പറായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സാഞ്ചി ഒരു ഫ്ലെയിമിംഗ് കിക്ക് ഉപയോഗിച്ച് റോബിനെ മറ്റേ സമേഴ്സിന്റെ വൈൻസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കാണിച്ചാണ്. അങ്ങനെ റോബിൻ ഫ്രീ ആവാണ്. നെക്സ്റ്റ് അപ്പൊ തന്നെ ജീംബെ വന്നിട്ട് പറയുന്നുണ്ട് സമോസിന്റെ വൈൻ എക്സ്ട്രീം ഹീറ്റിനോട് റെസിസ്റ്റൻസ് ഉള്ള ഒരു സാധനമാണ്. സോ അത്യാവശ്യം നല്ല ഹീറ്റൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ വൈന് രക്ഷപ്പെടാൻ പറ്റും. അത് പുതിയതായിട്ട് റിവീൽ ചെയ്തതാണ്. സാഞ്ചി അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു വലിയൊരു ഹക്കി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ നോക്കുമ്പോൾ ഒരു വലിയ ഷാഡോ കാണുന്നുണ്ട്. ഈ ഷാഡോ ലൂക്കിന്റെ ഡ്രാഗൺ ഫോം ആണ്. നമ്മൾ പിന്നെ വെസ്റ്റ് വില്ലേജിലേക്ക് പോകണം. വെസ്റ്റ് വില്ലേജിൽ രക്ഷപ്പെടുത്ത പിള്ളേരെയും അവരുടെ പേരൻസിനും ഒക്കെ ലൂക്കി ഡ്രോപ്പ് ചെയ്തേക്കാണ്. പക്ഷെ ഈ പേരൻസ് ഒക്കെയാണ് മറ്റേ തോൺസില് ഇവർ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ച സമയത്ത് ആ തോണൊക്കെ ഇവരുടെ ദേഹത്ത് കുത്തി കയറിയാണ്. അത് കാരണം പേരൻസ് എല്ലാവരും ഇൻജോർഡ് ആണ്. അപ്പൊ ഈ പിള്ളേരൊക്കെ കിടന്ന് കറിയാ എന്റെ അമ്മയെ രക്ഷിക്കുന്ന പറഞ്ഞു. ഇത് കണ്ടിട്ട് കുറെ ജയൻസ് ഒക്കെ പറയുന്നുണ്ട് ലൂക്ക് വില്ലേജ് ഡേഞ്ചറിലാണ്, അപ്പൊ ഈ കുട്ടികളെ കൊണ്ട് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞ് ബാക്കി കുറെ ജയൻസ് ഒക്കെ ലൂക്കിനെ പറയുന്നുണ്ട്. ലൂക്കി പറയുന്നുണ്ട് അത് എന്റെ ബിസിനസ് ഒന്നുമല്ല, ഞാനിവിടെ ഇവരെ വെറുതെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവര് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിന്റെ പാട് നോക്കി പോവാണ്. പുള്ളി എന്നിട്ട് ബാക്കിയുള്ള നൈറ്റ് മേ മോൺസ്റ്റേഴ്സിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിള്ളേരെല്ലാവരും സേവ്ഡ് ആയെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ജയൻസ് കുറച്ചുകൂടെ പിള്ളേരെല്ലാം സേവ് ആയെന്ന് മനസ്സിലായപ്പോൾ ജയൻസ് ഇനിയിപ്പോൾ ഹോസ്റ്റേജ് ഒന്നും ഇല്ലാത്ത കാരണം ഗോഡ്സ് നൈറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് ശക്തമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ സോറോയും ലൂഫിയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ് കാണുന്നത്. അടുത്ത സീന് നമ്മളെ സമേഴ്സ് പെട്ടെന്ന് ഒരു പുള്ളിന്റെ വൈൻസ് ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് തരമുള്ള ഒരു സ്നേക്ക്, വൈൻ സ്നേക്കിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പുള്ളി പറയാ ഓക്കെ ഇവര് രക്ഷപ്പെട്ടത് നന്നായി, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്റെ ഭാഗത്ത് ഇവര് തെറ്റും കൊണ്ടെന്ന് ആരും പറയില്ല, ഇനി ഞാൻ ഇവരെല്ലാവരെയും പോളി ലൈനിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ വരികയാണ്. അങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇപ്പോൾ മറ്റേ പേരൻസ് എല്ലാവരും നല്ല ഇൻജോർഡ് ആയിരിക്കുന്ന കാരണം ആദ്യം അവരെ തീർക്കാമെന്നും പറഞ്ഞ് പുള്ളിന്റെ ആ വൈൻ സ്നേക്കിന്റെ വായിൽ ഇങ്ങനെ കുറെ കാനൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ വൈൻ സ്നേക്കിന്റെ വായിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് പേരൻസിനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും കൂടെയും അവരുടെ പേരൻസിന് മുമ്പിൽ വന്ന് നിൽക്കുക. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേനെ രക്ഷിക്കുന്നു പറഞ്ഞ് എല്ലാ പിള്ളേരും പേരൻസിന് മുമ്പിൽ നിൽക്കുക. റിപ്ലി ഒക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കോളനും ഇവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, മുമ്പിൽ രക്ഷപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പേരൻസിനെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് അപ്പൊ ഈ തോൺസ് സമേഴ്സിന് മറ്റേ സ്നേക്കിന്റെ വായന്ന് മറ്റേ തോൺസ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഇവർ ഹിറ്റ് ചെയ്യാറായപ്പോൾ സോറോ പെട്ടെന്ന് വന്ന് അവരെല്ലാവരും സേവ് ചെയ്തു. ലൂഫി അറിയുന്നുണ്ട് അതാണ് എൻ്റെ കോംറാഡ് സോറോ, പുള്ളി വലിയ റിലയബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സമേഴ്സ് അപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരുമാതിരി നീ ആരാ എവിടെന്നാ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലൂഫി ഇങ്ങനെ ഒരു ലൈറ്റ്നിങ് പിടിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വരിക. അവന്റെ പേര് സോറോ എന്നാണ്, അവനെന്റെ കോംറാഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ലൂഫിന്റെ ഒരു ലൈറ്റ്നിങ് ഉണ്ട്. എന്നിട്ട് പുള്ളി ഒരു ഗമുനോ ഡോൺ തോർ റൈഫിൾ എന്ന് പറയുന്ന അറ്റാക്ക് ഉപയോഗിച്ച് ഒരു വലിയ ഫിസ്റ്റ് ഉപയോഗിച്ച് സമേഴ്സിനെ ഹിറ്റ് ചെയ്യുക. ഒരു നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാനലാണ് നമുക്ക് അത് കാണാൻ പറ്റുന്നത്. സമേഴ്സിനെ ഇടിച്ച് പുള്ളിന്റെ പല്ലും പോയി ഒരു ലൈറ്റ്നിങ് പഞ്ചാണ്. അപ്പോൾ അതിന്റെ പുള്ളി ഇലക്ട്രിക്യൂട്ടും ആവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ജയൻസ് എല്ലാം ചീർ ചെയ്യുകയാണ്. എന്നിട്ട് പിന്നെ പിന്നെ റിപ്ലി ഭയങ്കര അവശനായി ഭയങ്കര ക്ഷീണിച്ച് ഓൾമോസ്റ്റ് കിടക്കണം. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നുണ്ട് ലൂഫി ശരിക്കും സൺ ഗോഡ് തന്നെയാണെന്നുള്ള രീതിയിൽ എല്ലാവരും
ലൂഫിന്റെ ഗിയർ 5 ഫോം കണ്ടിട്ട് തിരിച്ചറിഞ്ഞു. അതേ സമയത്ത് തന്നെ ജയൻസ് ഇങ്ങനെ ലൂക്കിന്റെ ഡ്രാഗൺ ഫോം കണ്ടിട്ട് ഇത് നിഡ്ഹോഗ് അല്ലേ, നിഡ്ഹോഗാണോ നമ്മൾ സേവ് ചെയ്തതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്പരം നിൽക്കണം. ദൂരത്ത് നമുക്ക് ചോപ്പർ ടൈം സ്കോപ്പർ ഗബാനം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചോപ്പർ സ്കോപ്പർ ഗബാനോട് ചോദിക്കുന്നുണ്ട് അതെന്താണ് അപ്പോൾ സ്കോപ്പർ ഗബാൻ പറയുന്നുണ്ട് അത് ലൂക്കിന്റെ ഡ്രാഗൺ ഫോം ആണ് എന്ന് പറഞ്ഞിട്ട് ഇതാ പുള്ളിന്റെ ഫസ്റ്റ് ഇത് പുള്ളി ആദ്യമായിട്ട് ലൂക്കിന്റെ ആ ഡ്രാഗൺ ഫോം കാണുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നത് കാരണം അപ്പോൾ ലൂക്കിയും ഹെറോൾഡും തമ്മിലുള്ള ഫൈറ്റ് അപ്പോൾ സ്കോപ്പർ ഗബാൻ കണ്ടില്ലേ, അതെനിക്കറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് മറ്റേ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ സ്കോപ്പർ ഗബാനും ഷാങ്ക്സും പിന്നെ ജെറാൾഡ് മറ്റേ നമ്മളെ എൽഡർ ജയന്റ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷനിൽ ലൂക്കിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് ജെറാൾഡ് റിവീൽ ചെയ്യുന്നുണ്ട്. ലൂക്കിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് എന്താ വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് മോഡൽ നിഡ്ഹോഗ് എന്ന് പറയുന്നൊരു മിത്തിക്കൽ സോൺ ഡെവിൾ ഫ്രൂട്ടാണ് ലൂക്കിന്റെ. ഈ ഫ്രൂട്ടിന്റെ പവർ എന്ന് വെച്ചാൽ ഇത് ആര് കഴിച്ചാലും അയാൾക്ക് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡ്രാഗണായി മാറാനുള്ള ശക്തി കിട്ടും. പക്ഷെ അങ്ങനെ എല്ലാവർക്കും അതിന്റെ ഫുൾ പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ആര് കഴിക്കുന്നതിനനുസരിച്ചിരിക്കും ഈ പവറിന്റെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സാധാ ഹ്യൂമൻ കഴിക്കുവാണെങ്കിൽ അതൊരു ഹ്യൂമന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു ഡ്രാഗൺ ആവാൻ പറ്റുള്ളൂ. ഒരു ജയന്റ് കഴിക്കുവാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു ഡ്രാഗൺ ആവും. പക്ഷെ ഒരു ഏൻഷ്യൻ ജയന്റ് ലൂക്കിനെയൊക്കെ ലൂക്കി, ഹെറോൾഡ്, ജെറാൾഡ്, ഓറസ് പോലൊക്കെ ഉള്ള ഒരു ഏൻഷ്യൻ ജയന്റ് കഴിക്കുമ്പോഴാണ് ഇതിന്റെ മാക്സിമം സ്ട്രെങ്ത്തിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ലൂക്കിനെ ഇപ്പൊ നമ്മൾ കാണുന്നത് അതിന്റെ ഏറ്റവും മാക്സിമം സ്ട്രെങ്ത്തിലാണ്. പകല് രാത്രി പോലൊക്കെ തോന്നിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പം ആ ഡ്രാഗൺ ഫോമിനുണ്ടാവും. അപ്പോൾ ഷാങ്ക്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇത്രയും ശക്തി ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ജെറാൾഡ് പറയുന്നുണ്ട് ഇല്ല, ഇത് ഞങ്ങൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നതല്ല. ഇത് സത്യം പറഞ്ഞാൽ ആർക്കും ഇതുവരെയായിട്ടും തിന്നാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിനെ ആരൊക്കെ തിന്നാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒരു റാക്നിയർ എന്ന് പറയുന്ന ഹാമർ ആ ഫ്രൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റാക്നിയറും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള കാര്യം. ജെറാൾഡ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ പണ്ട് എൽബാഫിൽ ഒരു ഗോഡ് ഓഫ് വാർ ഉണ്ടായിരുന്നു. ഈ ഗോഡ് ഓഫ് വാർ പണ്ട് ഈ റാക്നിയർ വീൽഡ് ചെയ്തിട്ട് അന്നത്തെ സമയത്ത് ഒരു സൺഗോഡ് നീക്കേനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈറ്റ് നടക്കുമ്പോൾ ഈ ഗോഡ് ഓഫ് വാറിന്റെ ഒപ്പം റാറ്ററ്റോസ്കർ എന്ന് പറയുന്ന ഒരു ഐസിന്റെ പവറുള്ള സ്ക്രൂളും ഇയാളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തൊരു പിക്ചർ കാണുന്നുണ്ട്. ഈ പിക്ചർ എന്ന് വെച്ചാൽ നമ്മൾ ആ മ്യൂറൽ കണ്ട പോലത്തെ ഒരു ക്ലിയർ അല്ലാത്തൊരു പിക്ചർ അല്ല. ഇൻഫാക്ട് നമുക്ക് മറ്റേ ഏൻഷ്യന്റ് ജയന്റിനെ ഗോഡ് ഓഫ് വാർ എന്ന് പറയുന്ന ഏൻഷ്യന്റ് ജയന്റിനൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിന്റെ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാരോൾഡിനെ പോലത്തെ ഒരു മീശയും ഒരു ഫുൾ ബിയേർഡും ഉണ്ട്. അങ്ങനെ വൈറ്റ് ബിയേർഡുള്ള ഒരു ജയന്റ് ആണ് ഈ ഗോഡ് ഓഫ് വാർ ആയിട്ട് ഇതിനകത്ത് കാണിച്ചത്. നീക്കേന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഒരു പിക്ചർ കാണിച്ചില്ല, ഒരു ഷീൽഡും ഒരു വാളും പിടിച്ചിട്ടുള്ള ഒരു നീക്കേന്റെ ഫോം. ആ ഫോമാണ് നമുക്ക് ഇന്നത് കാണാൻ പറ്റുന്നത്. ഇത് ജോയ് ബോയ് അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് വേൾഡിലുള്ള റിയൽ നീക്കയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൂടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാവേണ്ടത്, ഈ റാഗ്നിയറിന്റെ പവറാണ് ലൈറ്റിംഗ്. പിന്നെ ഈ റാറ്ററ്റോസ്കർ എന്ന് പറഞ്ഞ സ്കുറലിന്റെ പവറാണ് ഐസ്. സോ നമ്മൾ മറ്റേ ഐസ് പവർ കണ്ടത് ആക്ച്വലി മറ്റേ സ്കുറലിന്റെ പവറാണ്. മറ്റേ തുടക്കത്തിൽ നമ്മൾ ലൂക്കി ഫ്രീ ആയപ്പോൾ ഒരു ലൈറ്റിങ്ങിന്റെ പവർ ഉണ്ട്, അത് നമ്മുടെ ലൂക്കിന്റെ പവറാണ്, നിഡ്ഹോഗിന്റെ പവറാണ്. പിന്നെ വേറൊരു കാര്യം നമ്മുടെ എൽഡർ ജെറാൾഡ് പറയുന്നത്, റാറ്ററ്റോസ്കറിന്റെ മാസ്റ്റർ ആയിരുന്നു നമ്മുടെ ഈ ഗോഡ് ഓഫ് വാർ എന്ന് പറഞ്ഞ ജയന്റ്. ഈ ഗോഡ് ഓഫ് വാർ എന്ന് പറഞ്ഞ ജയന്റ് മരിച്ചപ്പോൾ റാറ്ററ്റോസ്കറിന്റെ സോള് റാഗ്നിയർ എന്ന് പറഞ്ഞ ഹാമറിലേക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഈ മറ്റേ സ്പാൻഡമിന്റെ സോഡ് പോലെ ഒരു ഡെവിൾ ഫ്രൂട്ട് തിന്ന ഒരു വെപ്പനായിരിക്കും എന്നാണ്. പക്ഷെ ഇത് ഡെവിൾ ഫ്രൂട്ടിനൊക്കെ മുമ്പ് നടന്ന കാര്യം പോലെ ഇവർ പറയുന്നത്. കാരണം ഹാമറിന്റെ ഉള്ളിലോട്ട് ഈ റാറ്ററ്റോസ്കറിന്റെ സോള് മെർജ് ആവുക ചെയ്തത്. ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. എന്നിട്ട് അങ്ങനെ മെർജ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പുതിയ മാസ്റ്റർ വരുന്നവരെ ഈ ഹാമർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവസാനം ആ ഹാമർ ലൂക്കിനെ തൻ്റെ പുതിയ മാസ്റ്ററായിട്ട് ചൂസ് ചെയ്തു. ഇങ്ങനെ പറയുമ്പോൾ ലൂക്കി മറ്റേ നൈറ്റ് മെയർ മോൺസ്റ്റേഴ്സിന്റെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റിനും ലൈറ്റ്നിങ് വരുന്നുണ്ട്. ഈ മോൺസ്റ്റേഴ്സ് എല്ലാം ലൂക്കിനെ പേടിച്ചു പോവുക.
എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ലോക്കി തൻ്റെ വായിന്ന് ഒരു ഭയങ്കര ഒരു ലൈറ്റ്നിങ് ബ്ലാസ്റ്റ് ചെയ്ത് ഈ നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊല്ലുന്നതാണ്. ഈ അറ്റാക്കിന്റെ ലോക്കി വിളിക്കുന്നത് തോർഹൈം എന്നാണ്. ഉൻകോന്റെ ശരീരത്തിൽ ഈമു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ റിയൽ ഈമുവിനെ കാണിക്കുകയാണ്. നീ ഇവിടെയായിരുന്നോ നിഡ്ഹോക്ക് എന്ന് ഈമു പറയുകയാണ്. സോ ഈമുവിന് ഇത് അറിയില്ലായിരുന്നു തോന്നുന്നു നിഡ്ഹോക്ക് എൽബാഫിലുണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ തീരാണ്. അടുത്ത ആഴ്ച ബ്രേക്കില്ല. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിരുന്നു. ലൈക്ക് അത്ര ബെസ്റ്റ് ചാപ്റ്റർ ആണെന്ന് പറയുന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ഒരു ബിൽഡപ്പ് ചാപ്റ്റർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇത് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഗുങ്കോയും ലൂഫിയും ലോക്കിയും തമ്മിലുള്ളൊരു ഫൈറ്റ് മിക്കവാറും അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. സോ അതിനുവേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് അടുത്തൊരു ചാപ്റ്റർ റിവ്യൂല് കാണാം. അതുവരെ പീസ്.